നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന വിഷയം 2026 രാശിക്കൂറ് ഫലമാണ്. 2026 മിഥുനൻ രാശിയുടെ കൂറ് ഫലമാണ് ഞാനിവിടെ പറയുന്നത്. സമ്പൂർണമായ രാശിക്കൂറ് ഫലം മിഥുനൻ രാശിയുടെ. അപ്പം മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? മകീരത്തിന്റെ പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. ഇതാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് വേഴം ജന്മത്തിലും 2026 ജൂൺ 2 ശേഷം 2-ലും, രാഹു 9-ലും, കേതു 3-ലും, ശനി 10-ലും വരുന്ന ഒരു സമയമാണ്. ഞാനിതിനെപ്പറ്റി വിശദമായി പറയാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ എൻ്റെ തുടർന്നു വരുന്ന ജ്യോതിഷ പരിപാടികളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാനിന്ന് പറയുന്ന ഈ വിഷയം, ഈ കൂർഫലം മിഥുനൻ രാശിക്കാരുടെ, ഈ രാശിക്കാർക്ക് പൊതുവെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. പൊതുവെ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇവരെ സംബന്ധിച്ച് വേഴം ഈ വർഷം തുടങ്ങുമ്പോൾ വേഴം ജന്മരാശിയിലാണ് വരുന്നത്. അപ്പൊ ഇവരുടെ ജന്മരാശി എന്ന് പറഞ്ഞാൽ മിഥുനം രാശിയാണ്. അതായത് മകീര, അര, തിരുവാതിര, ഉണർദം, മുക്കാൽ ഈ നക്ഷത്രങ്ങളുടെ ജന്മരാശിയാണ് മിഥുനൻ രാശി. അപ്പൊ ആ മിഥുനൻ രാശിയിലാണ് ഇപ്പൊ വേഴം ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ വേഴം ജന്മരാശിയിൽ നിൽക്കുമ്പോൾ അത്ര ഗുണകരമല്ല. ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇതുമൂലം. എന്നാൽ 2026 പുതുവർഷത്തിൽ ജൂൺ കഴിഞ്ഞാൽ, ജൂൺ കഴിയണ്ട, ജൂൺ 2 ശേഷം പിന്നെ ഇവർക്ക് നല്ല ഫലങ്ങൾ വേഴത്തെ കൊണ്ട് കിട്ടും. കാരണം വേഴം രാശി മാറിയാണ്. വേഴം മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് മാറിയാണ്. അപ്പോ 3-ലേക്കാണ് വേഴത്തിന്റെ മാറ്റം. തീർച്ചയായിട്ടും അവിടെ ഗുണങ്ങൾ ഉണ്ടാവും. ആ കർക്കിടകം എന്ന് പറഞ്ഞ വേഴത്തിന്റെ ഉച്ചരാശിയാണ്. ആ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കി കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് വേഴത്തെ കൊണ്ട് ഇവർക്ക് ഫസ്റ്റിലെ, അതായത് വർഷത്തിന്റെ തുടക്കത്തിൽ കുറച്ച് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പിന്നീട് അത് മാറി വരുന്ന സാഹചര്യവും ഇവർക്കുണ്ടാവും. അപ്പോൾ ഗോചരപരമായിട്ട് ചിന്തിക്കുമ്പോൾ വേഴത്തെ കൊണ്ടും ശനിയെ കൊണ്ടും രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടുമാണ് കൂടുതലായിട്ടും ഗോചരഫലങ്ങൾ പറയുന്നത്. ഈ 4 ഗ്രഹങ്ങളെ സംബന്ധിച്ച് അവർ നിൽക്കുന്ന ആ സ്ഥാനങ്ങളുടെ ഫലമാണ് ഈ ഓരോ നക്ഷത്ര ജാതകനും ഉണ്ടാവുന്നത്. അപ്പൊ ഈ രാശിക്കാർക്ക് പൊതുവെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ വർഷത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ജീവിതത്തിൽ ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഗുണകരമായ മാറ്റങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആർക്ക്? ഈ മിഥുനൻ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വർഷത്തിൽ ഓരോ ഘട്ടത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കുള്ളൂ ഓരോ ഘട്ടത്തിലും ഇവർക്ക് വന്നു ചേരുന്നത്. 2026 ജൂൺ 2 ശേഷം വേഴം 2-ൽ വരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാക്കുന്നതാണ്. ഇവരെ സംബന്ധിച്ച് ധനപരമായ പുരോഗതി ഉണ്ടാവും. 2 ധനസ്ഥാനമാണ്. അപ്പൊ ധനസ്ഥാനത്തേക്കാണ് വേഴം വരുന്നത് ഇവരെ സംബന്ധിച്ച്. അപ്പോ അവിടെ ഇവരെ സംബന്ധിച്ച് ധനനേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക്. ഇവർ ചെയ്യുന്ന ജോലിയിൽ ഇവർക്ക് ആത്മാർത്ഥതയോടുകൂടി ആ ജോലി ചെയ്യാനായിട്ടുള്ള
അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്പം ജോലിയിൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന വർഷമാണ്. പിന്നെ കർമ്മരംഗത്ത് പുരോഗതിയുള്ള വർഷവും കൂടിയാണ്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും. കരിശ്ശേരി ശനി 10ലാണ് നിൽക്കുന്നത്, അത് ശരിയാണ്. 10 കർമ്മത്തിൽ ആണ് ശനി, കർമ്മഭാഗത്താണ് ശനി നിൽക്കുന്നതെങ്കിലും സർവേശ്വര ഗ്രഹമായ വേഴം 2ലേക്ക് വരുന്നതോടുകൂടി ഇവർക്ക് കർമ്മരംഗത്ത് മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. കാരണം വേഴം ഉച്ചത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നുള്ളൊരു ചൊല്ലി ഈ ഇതിലുണ്ട്. അതായത് ഒരു ചൊല്ലി ഇവിടെ ജ്യോതിഷപരമായി ഉള്ളതാണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ വേഴത്തിനെ കൊണ്ട് ഗുണകരമായ മാറ്റങ്ങൾ ഈ ജാതകനി അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ശാന്തതയും ക്ഷമയും ഇവർക്ക് ആവശ്യമാണ്. എടുത്തു ചാട്ടം പാടില്ല. കാരണം ശനി 10 നിന്നുകൊണ്ടും കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഇവർക്ക് ശാന്തതയും ക്ഷമയും കൈവിട്ടു പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിന്ന് വരും. അതില്ലാതിരിക്കാൻ വേഴത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അവർക്ക് ശനിയുടെ ആ 10 ദോഷത്തിൽ നിന്ന് മുക്തി നേടാൻ ഇവർക്ക് കഴിയും. അപ്പോൾ സർവേശ്വര ഗ്രഹമാണ് വേഴം. വേഴം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അങ്ങനെയൊരു ചൊല്ലുണ്ട് ജ്യോതിഷപ്രകാരം. അപ്പം അതുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പ് ദോഷത്തിലാണെങ്കിലും അല്ലെങ്കിൽ ദോഷസ്ഥാനത്താണെങ്കിലും വേഴഗ്രഹത്തിൻ്റെ നേട്ടങ്ങൾ കൊണ്ട് അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ ജൂൺ 2 ശേഷം സാമ്പത്തികമായ ഉയർച്ചയാണ് ഇവർക്ക് കാണുന്നത്. സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവും. ധനകാരകനാണ്. ധനകാരകൻ ധനസ്ഥാനത്തേക്കാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് നേട്ടങ്ങളുണ്ട്, അവർക്കുണ്ടാവും സാമ്പത്തിക നേട്ടങ്ങൾ. വിദേശയാത്ര ഗുണകരമാകും ഇവരെ സംബന്ധിച്ച്. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിദേശത്ത് പോകാൻ സാധിക്കും. വിദേശയാത്ര സംബന്ധമായ ഗുണകരമായ അനുഭവങ്ങളും ഇവരെ തേടി വരുന്നതാണ്. തൊഴിലിൽ ഉയർച്ചയുണ്ടാകുന്നതാണ്. തൊഴിൽ സംബന്ധമായി ഇവർക്ക് നേട്ടങ്ങളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും, തൊഴിൽ ഉയർച്ചയുണ്ടാകും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് പ്രമോഷനും സ്ഥാനക്കയറ്റങ്ങളും ശമ്പള വർധനയും ഒക്കെ കിട്ടാവുന്ന ഒരു വർഷമാണ്. കുടുംബാന്തരീക്ഷം സുഖകരമാവുന്ന ഒരു വർഷവും കൂടിയാണ്. കുടുംബം 2ലേക്ക് വേഴം വരുന്ന 2 കുടുംബവും കൂടിയാണ്. മനസ്സിലായ? 2ലേക്ക് വേഴം വരുന്നതോടുകൂടി അവിടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കുടുംബ സൗഖ്യവും ഇവർക്ക് കിട്ടാവുന്ന ഒരു വർഷമാണ്. മംഗളകാര്യങ്ങൾ നടക്കും. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും. വിവാഹം പോലുള്ള കാര്യങ്ങൾ നടക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. സ്നേഹബന്ധങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. സ്നേഹബന്ധങ്ങൾ, അതായത് സുഹൃത്തുക്കളുമായി നല്ല അടുപ്പത്തിലാകാനും സ്നേഹബന്ധങ്ങൾക്ക് ദൃഢത വരുത്താനും ഇവർക്ക് കഴിയുന്ന ഒരു കൊല്ലമാണ്. സ്നേഹബന്ധങ്ങൾക്ക് ഉയർച്ച വരുന്ന ഒരു കൊല്ലമാണ്. അതുകൂടാതെ ബന്ധുഗുണം കിട്ടുന്ന ഒരു വർഷമാണ്. ബന്ധുക്കൾ തമ്മിൽ ഐക്യതയോടുകൂടി പ്രവർത്തിച്ചു പോകാനൊക്കെ അവസരങ്ങൾ വരും. ഇനി അകന്നു നിൽക്കുന്ന ബന്ധുക്കളുണ്ടെങ്കിൽ അവരൊക്കെ ഈ വർഷം ഇവരോട് അടുത്തു വരികയും ചെയ്യും. മക്കൾക്ക് പുരോഗതി ഉണ്ടാവുന്ന, ഇവരുടെ സന്താനങ്ങൾക്ക് അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകാനുമുള്ള വർഷവും കൂടിയാണ് ഈ വർഷം. മാനസികമായിട്ടുള്ള ക്ലേശങ്ങളുണ്ടെങ്കിൽ, മനക്ലേശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറും ഇവരെ സംബന്ധിച്ച് ഈ വർഷം. സമാധാനവും സന്തോഷവും
കുടുംബ അന്തരീക്ഷത്തിൽ നിഴലിക്കുന്ന ഒരു വർഷമാണ്. ഇവര് തീർത്ഥയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർത്ഥയാത്ര പോകാനൊക്കെ കഴിയുന്ന ഒരു വർഷമാണ്. കുടുംബസമേതം ഉല്ലാസ യാത്രക്ക് പോകാനും ഇവർക്ക് കഴിഞ്ഞെന്ന് വരും. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മിഥുനൻ രാശിക്കാർക്ക് പൊതുവെ ഗുണകരമായ ഒരു വർഷമായിരിക്കും 2026. ഈ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.